ഞങ്ങളുടെ സ്വന്തം കൊടുവായൂർ തേരിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. കൊടിയേറ്റം മുതൽ തേര് വരെയുള്ള 6 ദിവസങ്ങളിൽ വാഹനം എഴുന്നള്ളത്തുണ്ടാവും. അഗ്രഹാരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇതൊരു പുതുമയായിരിക്കില്ല അല്ലേ? കൊടിയേറ്റം ദിവസം, അതായത് 1-ാം തിരുനാളിന് കാമധേനു വാഹനം, അടുത്ത ദിവസം 2-ാം തിരുനാളിന് ഭൂതവാഹനവും, 3-ാം തിരുനാളിന് കുതിരവാഹനവും, 4-ാം തിരുനാളിന് കൈലാസവാഹനവും, 5-ാം തിരുനാളിന് ഋഷഭവാഹനവും, 6-ാം തിരുനാളിന് ആനവാഹനവും. അങ്ങനെയാണ് വാഹനം എഴുന്നള്ളത്ത് വരുന്നത്. എഴുന്നള്ളത്ത് വരുമ്പോൾ എല്ലാ വീടുകളിലും പൂജയ്ക്കൊരുക്കുകയും അവ പൂജിക്കുകയും ചെയ്യുന്നു. ഇതിനായി എഴുന്നള്ളത്തിനോടൊപ്പം തന്നെ പൂജാരിമാരുണ്ടാവും. 5-ാം തിരുനാളും അതുപോലെ തേരിനോടനുബന്ധിച്ച് വരുന്ന പ്രദോഷവും ഒരുപാട് വിശേഷപ്പെട്ടതാണ്. ഇപ്രാവശ്യം ഇവ രണ്ടും ഒരേ ദിവസം വന്നതുകൊണ്ട് അതിഗംഭീരമായിട്ടായിരുന്നു ആഘോഷം. ഇതിലും ഗംഭീരമായിരിക്കും ഇനിയുള്ള 2 ദിവസം. രഥോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകളും പരിപാടികളും ഒക്കെ നടത്താറുണ്ട് കേട്ടോ. അതിൽ ഇപ്രാവശ്യം കാവേരി പൂജ, ഗംഗാ ആരതിയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇനി 1-ാം തേരും 2-ാം തേരുമാണ്. അതിനായിട്ടുള്ള തിരക്കും ഒരുക്കങ്ങളും ഒക്കെയാണ്.